നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 520 520. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 520. ഇന്ന് 13-ാം സർഗം അവതാരോത്സവം, നന്ദഗോപരുടെ മധുരായാത്ര എന്നുള്ള വിവരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഇന്നലെ 12-ാം സർഗം ഗോപികളുടെ ഭഗവത് ദർശനം എന്നുള്ളതിൽ അവസാനത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. 31-ാമത്തെ ശ്ലോകമായിരുന്നു അത്, അവസാനത്തെ ശ്ലോകം ഇന്നലത്തെ എപ്പിസോഡിൽ. സർഗത്തിലത്തെ അവസാനത്തെ എന്തായിരുന്നു? ആകമ്ര ശ്രീകലരൂപമവരെല്ലാവരും പ്രേമമുള്ളിൽ. ആകമ്ര ശ്രീകലരും, അതായത് അറിയിക്കാൻ സാധിക്കാത്ത അത്ര ഐശ്വര്യമുള്ളതെന്ന് അർത്ഥം പറയണം. ആകമ്ര ശ്രീകലരും അവരെല്ലാവരും പ്രേമമുള്ളിൽ പാകും കുഞ്ഞിൻ. പ്രേമം ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്, മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അത് ശാരീരികമല്ല, ഡിവൈനാണ് വേണ്ടത്. സ്ത്രീ പുരുഷ സംസർഗത്തിൻ്റെ അവസാന ഗഡു ഒരു 50-55-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശാരീരിക പ്രേമല്ല, ആധ്യാത്മിക പ്രേമ വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആകമ്ര ശ്രീകലരും അവരെല്ലാവരും പ്രേമമുള്ളിൽ പാകും കുഞ്ഞിൻ. പരമരമണീയ ആനനം നോക്കി പരമമായ സൗന്ദര്യത്തുടമ്പായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ താമര സദൃശമായ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെയുള്ള മുഖാരവിന്ദത്തെ നോക്കി വൈകുണ്ഠത്തിങ്കലും ഇതു നിലയ്ക്കുള്ളൊരാനന്ദവായ്പുണ്ടാകില്ല എന്നോർത്ത് അവിടം ഇളകാതൊട്ടു നേരം വിളങ്ങി. ഇവിടുന്ന് പോയാൽ ഈ ആനന്ദത്തിടമ്പിനെ എങ്ങനെ കാണും? അതുകൊണ്ട് അവരവിടെ നിന്നു, സ്ഥാലപഞ്ചകന്മാരെ പോലെ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അതിൻ്റെ ശേഷമാണ് പിന്നെ അവതാരോത്സവം, നന്ദഗോപരുടെ മധുരായാത്ര. സർഗം 13 1-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. ആമട്ടിൽ മിന്നും അവരോട് ആദരം പൂണ്ടു ധന്യകൾ പിന്നിൽ വന്നണയും പൂന്തേൻ മൊഴിമാരോതി മല്ലവേ. എല്ലാവരും ക്യൂലിങ്ങനെ നിൽക്കണേ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടേ. ആ മട്ടിൽ മിന്നും അവരോട് ആദരം പൂണ്ട് ധന്യകൾ പിന്നിൽ വന്നണയും പൂന്തേൻ മൊഴിമാരോതി മല്ലവേ. മല്ലികേ ശാരദേ ചെറ്റുമാറി നിൽക്കടോ സഖി. ഗുരുവായൂരമ്പലത്തിൽ പോയ മാറാ അങ്ങനെയല്ല, സഖാക്കളോട് എങ്ങനെ സംസാരിക്കണം, ഭാഗവത ഭക്തന്മാരോട്, ഈശ്വര ഭക്തന്മാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഈ ക്യൂ നിയന്ത്രിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അപ്പോൾ ഓരോരുത്തർക്കും പരിചയമുണ്ട്, അവരവരുടെ പേര് ചൊല്ലിയിട്ടാണ് വിളിക്കുന്നത്. മല്ലികേ ശാരദേ ചെറ്റുമാറി നിൽക്കടോ സഖി. ഉണ്ണി തന്നോ മനമുഖം ഒന്ന് കാണട്ടെ ഞങ്ങളും. നിങ്ങൾ കുറേ നേരമായില്ലേ നിൽക്കണോ, ഞങ്ങളും കുറച്ച് ആസ്വദിക്കട്ടെ. ഏതൊരു കാര്യം പ്രസൻറ്റേഷനിൽ ഭക്തി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെരുമ ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, വാത്സല്യം ഉണ്ടായിരിക്കണം, ആനന്ദം ഉണ്ടായിരിക്കണം, പ്രേമം ഉണ്ടായിരിക്കണം, ആദരവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മല്ലികേ ശാരദേ ചെറ്റുമാറി നിൽക്കടോ സഖി. ഉണ്ണി തന്നോ മനമുഖം ഒന്ന് കാണട്ടെ ഞങ്ങളും. എത്രയോ കാലമായി നമ്മളെല്ലാം ആശിച്ചതല്ലയോ. യശോദമ്മയ്ക്ക് അല്ലെങ്കിൽ നന്ദഗോപുരക്ക് ഒരു ഉണ്ണി പറന്ന് കാണണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. എത്രയോ കാലമായി നമ്മളെല്ലാം ആശിച്ചതല്ലയോ. മുഷിയല്ലേ, ഒന്നും തെറ്റിദ്ധരിക്കരുതെന്ന, മുഷിയല്ലേ മനക്കാമ്പിൽ ഒന്നു ഞാൻ കണ്ടു നീങ്ങിടാം. ഞാനും ആ കുഞ്ഞോമ്മനയുടെ മുഖാരവിന്തൊന്ന് കണ്ടിട്ട് മാറിത്തരാം. ആലോചിച്ച് നോക്കൂ, ഇതിന്നൊക്കെ നമ്മൾ എന്തുകൊണ്ട് പാഠം പഠിക്കണില്ല?
ദീപാരാധന തുടർന്നാൽ നിമിഷങ്ങൾക്ക് ആൾക്കാർ മാറി മാറി പോകണ്ടേ? അവിടെ തന്നെ നിൽക്കുകയാണ് സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഭാര്യമാരെ. അപ്പം എന്താ ചെയ്യുക? അങ്ങനെ വരരുതേ. അതാണ് എൻ്റെ അച്ഛനൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. 365 ദിവസം കുളിച്ച് തൊഴുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ വിശേഷ ദിവസങ്ങൾ നിങ്ങൾ നടയിൽ നിന്ന് തൊഴരുത്. പുറമേ നിന്ന് പിന്നെ ഓണം കയറാൻ മൂല എന്ന് പറഞ്ഞ കൂടുതൽ അമ്പലത്തിലേക്ക് എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാർ വരുമ്പോൾ അവരെ തൊഴാൻ സമ്മതിക്കാം. നിങ്ങൾ മുമ്പ് പോയി നിൽക്കരുതെന്ന് ഞങ്ങൾ കുട്ടികളോട് പറയും. ഇതൊക്കെ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഈശ്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവുക, അത് പാലിക്കപ്പെടുക, അതെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക. ഇതിനൊക്കെ തന്നെയാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഭഗവത് സന്നിധാനത്തിൽ ഒഴിവതെങ്ങിന്. അപ്പോൾ വേറൊരാൾ ചോദിക്കുക, ഭഗവത് സന്നിധാനത്തിൽ തിരക്ക് ഒഴിവതെങ്ങിന് കണ്ടുപോയവർ പിന്നീടും വന്നു നിൽക്കയാം. അങ്ങനെയുണ്ട് അല്ലേ? ഭഗവാനെ തൊഴുതു പോയിട്ടുള്ള ആൾക്കാർ പിന്നെയും ആ ഓമനത്വം തുളുമ്പുന്ന മുഖാരവിന്ദം കാണാൻ വേണ്ടി ക്യൂല് നിൽക്കാം. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എത്രയോ പ്രാവശ്യം ദിവസേന തൊഴുന്ന ആൾക്കാരുണ്ട്. ഒരു കാലത്തന്നെ 3, 4, 5 പ്രാവശ്യം ക്യൂവിൽ നിന്ന് തൊഴുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യൽ വഴി കൂടെ വന്ന് തൊഴുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഭഗവത് സന്നിധാനത്തിൽ തിരക്കൊഴിവതെങ്ങനെ കണ്ടുപോയവർ പിന്നീടും വന്നു നിൽക്കയാം. അപ്പോഴേക്കും അതാ കൂട്ടമായ എത്രയോ ജനം വരുന്നു, പുരുഷന്മാരും പെണ്ണുങ്ങളും ഒരേ തരം. വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം മാറിക്കൊടുക്കണം. സർവേശ്വരനെ നേരിട്ട് കണ്ടു കാഴ്ചകൾ വയ്ക്കുവാൻ ഉണങ്ങല്ലരി, നാരങ്ങ, നറും കറുക, വെറ്റില, നാളികേരം, മുന്തിരിങ്ങ, കൽക്കണ്ടം, കദളിപ്പഴം, രത്നങ്ങൾ, പട്ട്, പൊന്നാണ്യം, മുത്തുമാല, ഉറുപ്പിക എന്തെങ്കിലും സമർപ്പിച്ചു കൃതകൃത്യത നേടുവാൻ. ഞാൻ 2 ശ്ലോകം ഒന്നായിട്ട് വായിച്ചു. എന്താ, എനിക്കതിലൊന്നും പറയാനില്ല. എന്തൊക്കെയാണ് നമ്മൾ വയ്ക്കണത്? സർവേശ്വരന് നേരിട്ടു കണ്ടു കാഴ്ചകൾ വയ്ക്കുവാൻ ഉണങ്ങല്ലരി, നാരങ്ങ, നറും കറുക എന്ന് പറഞ്ഞാൽ മുറ്റത്തുണ്ടാവുന്നതാണ്, തൊടിയിലുണ്ടാവുന്ന പുല്ലാണ്. എന്നാലും നറും കറുക അത് ഐശ്വര്യത്തിൻ്റെയാണ്. നാരങ്ങ, നറും കറുക, വെറ്റില, നാളികേരം, മുന്തിരിങ്ങ, കൽക്കണ്ടം, കദളിപ്പഴം, രത്നങ്ങൾ, പട്ട്, പൊന്നാണ്യം, മുത്തുമാല, ഉറുപ്പിക. പണം എന്ന് പറഞ്ഞാൽ മതി. കാരണം അന്നത്തെ കാലത്ത് ഉറുപ്പികയായിരുന്നു എന്ന് പറയാൻ വയ്യല്ലോ അല്ലേ? എന്നാൽ സ്വർണ്ണ നാണയോ വെള്ളി നാണയോ എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും സമർപ്പിച്ച് കൃതകൃത്യത നേടുവാൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വന്ധ്യവയോധികരെ ഗുരുജനങ്ങളെ കാണാൻ പോകുമ്പോൾ ഒക്കെ വെറും കൈയോടെ പോകരുത്. എന്തെങ്കിലും കയ്യിൽ കരുതണം. എന്താ? കൃതകൃത്യത നേടുവാൻ. അതൊരാചാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളൊരാചാരമാണ്. അപ്പോൾ എന്താ? എന്തെങ്കിലും സമർപ്പിച്ചു കൃതകൃത്യത നേടുവാൻ പല പാത്രങ്ങളിൽ പാലും തൈരും വെണ്ണയുമങ്ങിനെ നിറഞ്ഞു നാലകത്തെങ്ങും വയ്ക്കുവാനിടമില്ലിനി. നന്ദഗോപുര വീട്ടിൻ്റെ ഉള്ളിൽ സ്ഥലം ഇല്ല. ഈ വരുന്ന ആൾക്കാരെ ഈ കുട്ടിക്ക് കാണിക്ക വെച്ചത് എടുത്തു വയ്ക്കുക കാരണം. അപ്പോൾ നിറഞ്ഞു നാലകത്തെങ്ങും വയ്ക്കുവാനിടമില്ലിനി ആനന്ദത്താൽ മതിമറന്നെടുത്തന്യൂനമേ വരും എറിഞ്ഞു വെണ്ണ നെയ്വാരി മാറത്തും നെറ്റിയിങ്കലും കോരിത്തേവുകയാം പാലും തൈരും വെളിയിലാകവേ. അപ്പോൾ ഈ കൊണ്ടുവരണത് എടുത്തു വയ്ക്കാൻ സ്ഥലമില്ലാതെ കണ്ടാകുമ്പോൾ ഹോളി കളിക്കാൻ തുടങ്ങിയവർ. എന്തുകൊണ്ട്? പാല്, തൈര്, വെണ്ണ ഉരുട്ടി എറിയന്നെ. അതാണ് കോരി തേവുകയാം പാലും തൈരും വെളിയിലാകവേ ചേലാർന്ന മുറ്റം അമ്മട്ടിൽ ചെറുപാൽ കടൽ പോലവേ. അവിടെ ഒരു കവിഭാവനുണ്ട്. സാക്ഷാൽ പാലാഴി ആയിട്ട് മാറി നന്ദഗോപരുടെ മിറ്റം എന്നർത്ഥം. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന പരമ്പൊരുള ഇവിടെ ഒരു കുട്ടിയായിട്ട് വന്നു. അപ്പോൾ ഇവരെ ആർഭാട തിമിർപ്പിൽ
ഒരു കൊച്ചു പാലാടിയാക്കി ചേലാർന്ന മുറ്റം മമ്മട്ടിൽ ചെറുപാൽ കടൽ പോലവേ കുഞ്ഞിൻ കീർത്തി പരന്നിടാൻ തുടങ്ങിയതുപോലവേ. ഈ ഓമന കുഞ്ഞിൻ്റെ കീർത്തി ഐശ്വര്യം പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അറിയുമ്പോഴേക്കും ഇവിടെ പാലാഴി രൂപം കൊണ്ടു. നന്ദഗോപാലൻ ആനന്ദ സമുദ്രത്തിങ്കൽ നീന്തുവോൻ. നന്ദഗോപരുടെ എന്താ പ്രായമായിരുന്നു, എന്നാലും ഒരു കയ്യെ ശ്രദ്ധിച്ചടാൻ. ആനന്ദമാകുന്ന സമുദ്രത്തിൽ നീന്തുവോൻ. ഇടയ്ക്കിടയ്ക്ക് വന്നോമൽ പൈതലിൻ മുഖപങ്കജം നോക്കുന്നു ലുബ്ധനായുള്ളോൻ പണത്തിൽ പെട്ടി പോലവേ. എണ്ണി വച്ച പണം കുറയുന്നുണ്ടോ എന്ന് ലുബ്ധന്മാർ വന്ന് നോക്കുന്ന പോലെ തൻ്റെ ഓമന കുഞ്ഞ് അവിടെ തന്നെ ഇല്ലേ. ആ മുഖാരവിന്ദം ഇടയ്ക്ക് എന്ന് പോയി കാണും മൂപ്പര്. കുട്ടിയുടെ അച്ഛനല്ലേ, വഴിമാറൂ എന്ന് പറഞ്ഞാൽ വഴിമാറാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ പറയണു, നോക്കുന്നു ലുബ്ധനായുള്ളോൻ പണത്തിൽ പെട്ടി പോലവേ, അല്ലല്ല നല്ലോരുൾക്കണ്ണാൽ ഈശൻ്റെ കടൽ പോലവേ. അപ്പം ഞാനവിടെ എഴുതി വെച്ച്, ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ അല്ലേ? ഒരു കാര്യം വായിച്ച് നമ്മുടെ ഹൃദയപത്മത്തിൽ ഒരു ഭക്തിയുടെ തിരി കൊടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആശ്രയദോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് നോക്കുന്നു ലുബ്ധനായുള്ളോൻ പണത്തിൽ പെട്ടി പോലവേ, അല്ലല്ല നല്ലൊരു ഉൾക്കണ്ണാൽ ഈശൻ്റെ കടൽ പോലവേ. അപ്പോൾ ഭഗവാനെ എങ്ങനെ കാണാം? അവരവരുടെ ഹൃദയപത്മത്തിൽ നല്ലൊരു ഉൾക്കണ്ണാൽ മനസ്സാകുന്ന കണ്ണുകളെ കൊണ്ട് ഈശൻ്റെ കടൽ പോലവേ, ഈശ്വരൻ്റെ പാതാരവിന്ദത്തെ ധ്യാനിച്ച് ഉറയ്ക്കുന്ന പോലെ കൊടുപ്പാൻ എത്രയും പ്രീതി മുമ്പേതാനുള്ള ദീപിതം പുത്രജന്മോത്സവത്തിങ്കൽ 100 ഇരട്ടിച്ചു നിൽപ്പവൻ. അല്ലെങ്കിലും ഈ നന്ദഗോപുര ഒരു പൊതുവെ എല്ലാം അകമഴിഞ്ഞ് കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ്. അത് ഈ പുത്രോത്സവം, പുത്രനുണ്ടായ ഉത്സവത്തിൽ സാധാരണത്തതിൽ നിന്ന് 100 ഇരട്ടി മഹാമനസ്കതയോടുകൂടി വാരിക്കോരി കൊടുക്കുകയാണ്. അതാണ് ഓരോരാൾക്കും വിളിച്ചേകി വേണ്ടും ഏതേതഭിഷ്ടവും. എന്താ വേണ്ട ഇവിടെ ഉള്ളതിലേ, തനിക്ക് എന്താ വേണ്ട? ഇവിടെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്ന് കൈനീട്ടമായിട്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ വൈഡൂര്യം, മരതകം, നവരത്നങ്ങളൊക്കെ ഉണ്ട്. വേണോ കൊണ്ടുപോയിക്കോളൂ. ഈ വെറുതെ പാലും തേനും മാത്രമല്ല, ഇവിടെ വിശേഷപ്പെട്ടിട്ടുള്ള മുത്തുമാലകളെ പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ എടുത്തോളൂ. കാരണം ഈ കുട്ടിക്കാരനല്ലേ ഇതൊക്കെ ഇവിടെ വന്നത്. ഈ കുട്ടി ഇവിടെ ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനൊരു മഹാമനസ്ഥിതി നമ്മൾക്കുണ്ടോ? എന്തുകൊണ്ട് ഈശ്വരാഭിലാഷത്തിന് വേണ്ടി നമ്മൾ അമൂല്യമായിട്ടുള്ളത് ഈശ്വരന് കൊടുക്കണില്ല? ഈശ്വരന് അമൂല്യമായിട്ട് നമ്മുടെ മനസ്സ് കൊടുത്താൽ മതി. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പൊന്നും പണ്ടൊന്നും കൊടുത്തിട്ടില്ല ഭഗവാന്. പക്ഷേ ഗംഭീരമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യിപ്പിക്കും. എന്തിന്? ഒരു 100-400 ആൾ ആ പേരിൽ ചെറിയൊരു ആഹാരം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ച് ഒരു ഏമ്പക്കം വിടുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. പഷ്ണി കിടക്കണവരല്ലെങ്കിലും ഭക്തിയുടെ മാധ്യമത്തിൽ നമ്മൾ മഹാപ്രസാദം എന്ന് പറഞ്ഞിട്ട് ചിലത് കൊടുക്കുക, അവരത് സ്വീകരിക്കുക, പോവുക. മതി എന്നുള്ളത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാശ് കൊടുത്തിട്ടോ പണ്ടം കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ ഒരാളെ മതി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഓരോരാൾക്കും വിളിച്ചേകി വേണ്ടും ഏതേതഭീഷ്ടവും ശാസ്ത്രം സാഹിത്യം സംഗീതം വാദ്യം തൊട്ടുള്ള വിദ്യയിൽ വിദഗ്ധരായ വിദ്വാൻമാർക്ക് എത്രയും പാരിതോഷികം. അപ്പോൾ ഒരു ഭാഗത്ത് തകില നാദസ്വരം നടക്കണു, ചില സ്ഥലത്ത് ഇൻസ്ട്രുമെൻ്റ് സംഗീതം നടക്കണു, ചിലയിടത്ത് വായ്പാട്ട് നടക്കണു, ചിലവർ ഹരികഥാകാലക്ഷേപം ചെയ്യണു, ചിലവർ നൃത്തം ചെയ്യണു. അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള പാരിതോഷങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രം സാഹിത്യം സംഗീതം, ഇത് ശ്രദ്ധിക്കണം. ശാസ്ത്രമാണ്, ഭാഗവത ശാസ്ത്രമാണ് പറയണത്. ശാസ്ത്രം സാഹിത്യം സംഗീതവാദ്യം തൊട്ടുള്ള വിദ്യയിൽ വിദഗ്ധരായ വിദ്വാൻമാർക്ക് എത്രയും പാരിതോഷികം മഹത്വം കണ്ടറിഞ്ഞേകി മഹിതോദാരമാനസൻ. ആ 4ാമത്തെ വരി മഹിത ഉദാരമാനസൻ. മഹാത്മാക്കൾക്കാണ് ഉദാരമനസ്ഥിതി ഉണ്ടാവേണ്ടത്.
അപ്പോൾ ഉദാരമനസ്ഥിതിയുള്ളവരെ മഹാത്മാക്കൾ എന്ന് പറയും. അപ്പോൾ സമ്പത്ത് ഉണ്ടായാൽ പോരാ, സമ്പത്തുള്ളവർ ഉദാരമാനസന്മാരായിട്ട് ആവശ്യമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കണം. വിദൂരത്തിൽ എഴുന്നോരെ വിളിച്ചു വിമലാശയൻ. വളരെ ദൂരത്തു നിന്ന് വന്നുള്ള ആൾക്കാരെ പ്രത്യേകം വിളിച്ചു. വിദൂരത്തിൽ എഴുന്നോരെ വിളിച്ചു വിമലാശയൻ വഴിച്ചിലവിനെന്നോതി വീണ്ടും പ്രത്യേകമേയനാൻ. നിങ്ങൾ കുറേ ദൂരത്തുനിന്ന് വന്നവരല്ലേ, ഇതാ കുറച്ചുകൂടി വഴിച്ചെലവിനിരിക്കട്ടെ. വഴിച്ചെലവനെന്ന് പറഞ്ഞാൽ ആഹാരം വല്ലതും കഴിക്കാം. അന്നൊക്കെ നടന്നു പോണ കാലങ്ങളാണ്. അപ്പോൾ ഈ ഭഗവാന്റെ തിരുവുത്സവം കേട്ടറിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വഴിച്ചിലവിനെന്നോതി വീണ്ടും പ്രത്യേകമേകിനാൻ സർവേശ്വര പ്രസാദത്താൽ ഉണ്ണി നന്നായി വിളങ്ങുവാൻ അന്നു തൊട്ടു മഹാലക്ഷ്മിതൻ കളിപ്പന്തൽ പോലവേ. അപ്പോൾ ഈ ഗോകുലവാസികളുടെ ഇടയിൽ നന്ദഗോപരുടെ വീട് ഭവനം ഭഗവാൻ ആവിർഭവിച്ചതോടുകൂടി മഹാലക്ഷ്മി അവിടുന്ന് വിട്ടുപോകണില്ല. എൻ്റെ കാന്തനെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ കാന്തനെ, കാരണം മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ തിരുപാദപത്മങ്ങൾ തൻ്റെ മടിയിൽ വെച്ചിട്ട് തലോടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സമ്പത്ത് വരുമ്പോൾ നമ്മളത് മറക്കരുത്. സർവേശ്വര പ്രസാദത്താൽ ഉണ്ണി നന്നായി വിളങ്ങുവാൻ അന്നു തൊട്ടു മഹാലക്ഷ്മി തൻ കളിപ്പന്തൽ പോലവേ സർവസമ്പത്തും മാർന്നേറെ വിളങ്ങി നന്ദഗോകുലം. ഇല്ലെന്ന വാക്കൊരിടത്തും കേൾപ്പാനില്ല എന്നു മാത്രമാം. ഒരു സാധനം ഇല്ല എന്ന് പറയണ പ്രശ്നമില്ല. ശരിക്ക് പുരാണങ്ങൾ വായിച്ച ഒരാൾ വയ്യ എന്ന് പറയില്ല. എന്താ? ശാരീരിക വല്ലായ്മ സാരമില്ല, മനസ്സ് ക്ഷീണിക്കാണ്ട് നോക്കണമെന്ന് പറയും. എന്താ? മനസ്സ് ക്ഷീണിച്ചാൽ എല്ലാം ക്ഷീണമായി. വയ്യാന്നുള്ളത് ഒരിക്കലും പറയരുത്, പ്രത്യേകിച്ച് മക്കളോട് വയ്യാന്ന് പറയരുത്. കാരണം വയ്യാന്ന് പറഞ്ഞാൽ തഥാതൻ പറയും തഥാസ്തു എന്ന്. അപ്പോൾ വയ്ക്കില്ല. പിന്നെ ഇതൊരു ടെക്നിക്കാലിറ്റിയാണ്. ശാസ്ത്രം അറിയണം. ശാസ്ത്രം അറിയണം. ഒരിക്കലും വയ്യ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, സുഖമായിരിക്കണം. ആ സുഖമായിരിക്കണമെന്ന് പറയുമ്പോൾ തഥാതൻ പറയും തഥാസ്തു എന്ന്. അപ്പം അതങ്ങനെ നന്നാവും. ഇപ്പം ഞാൻ ജീവിതത്തിൽ കര കയറിയിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ എൻ്റെ ഈ എന്താ പറയുക, ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ സപ്താഹങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് കേൾക്കുക, താൻ ഭാഗ്യവാനാടോ. സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് എല്ലാവരും അങ്ങനെ പറയും എന്നോട്, താൻ ഭാഗ്യവാനാടോ. അതെ, ഞാൻ ഭാഗ്യവാനായി. എന്താ കാരണം? എന്നെ ക്ലോസ് ആംഗിളിൽ അറിയുന്നവരും അറിയാത്തവരൊക്കെ എന്നെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ തഥാതൻ പറയും തഥാസ്തു. അപ്പോൾ ഭാഗ്യം കയറി വരുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ 72 വയസ്സ് വലിയൊരു വയസ്സല്ല, എന്നാലും വേറെ ഒരു ചിന്തയില്ലാതെ കൊണ്ട് കാലത്തെ പാരായണം. അപ്പോൾ അത് പറയുമ്പോഴാണ് പുതിയ ഫോണ് ഫോർമാറ്റ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് മാറി. അപ്പോൾ കാലത്ത് ഭാഗവത പാരായണം ഇന്ന് മുതൽക്ക് ലൈവ് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോൾ അതിൽ എഴുതി കാണിക്കുകയാണ് പുതിയ അക്കൗണ്ട് ആവുക കാരണം 60 ദിവസത്തിന് നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി ലഭിക്കുന്നതല്ല. പോരെ, കുറച്ച് ആൾക്കാരുണ്ട് ഈ ഗ്രന്ഥം വെച്ചിട്ട് ഞാൻ വായിക്കണത് നോക്കി വായിക്കണ ആൾക്കാരുണ്ട്. അപ്പോൾ 60 ദിവസം അവർക്ക് നിവൃത്തിയില്ലേ ഇനി. പിന്നെ എനിക്കൊരു സമാധാനം എന്താ, ഒരു 5 ആവറേജ് 5 അധ്യായം ദിവസം വായിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ നോക്കുമ്പോൾ ഒരു 70 ദിവസം കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് വായിച്ച് കഴിയും ഭാഗവതം. അപ്പോൾ ഒപ്പത്താം, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? മരിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കണമല്ലോ നമ്മളല്ലേ. തഥാസ്ഥൻ ജീവിക്കാനല്ലേ സമ്മതിക്കേണ്ടത്. അപ്പോൾ ഇല്ലെന്ന വാക്കൊരിടത്തും കേൾപ്പാനില്ലെന്നു മാത്രമാം വന്നോരൊക്കെയും ഇഷ്ടം പോലെ എടുത്തിടുന്നു സർവവും. വന്നവർക്ക് ഇനി നന്ദഗോപരുടെ ശുപാർശയൊന്നും വേണ്ട, വന്നവർക്ക് വേണ്ടത് എടുക്കാം. കാരണം അപ്പോഴാണ് മതി തോന്നുന്നുള്ളൂ. ഒരാൾ കൊടുക്കുമ്പോൾ വാങ്ങിയാൽ പോരാ തോന്നും, നമുക്ക് തന്നത് പോരാ തോന്നും, എടുക്കുമ്പോൾ മതി തോന്നും. അപ്പോൾ ഇല്ലെന്ന വാക്കൊരിടത്തും കേൾപ്പാനില്ല എന്ന് മാത്രമാം വന്നോരൊക്കെയും ഇഷ്ടം പോലെ എടുത്തിടുന്നു സർവവും. കിടാങ്ങൾ വന്നു കൽക്കണ്ടം പഴവും മുന്തിരിങ്ങയും വാരി എടുത്തോടി കളിക്കുന്നു പലയിടവും. ഇല്ലേ?
നമ്മൾ ഈ പണ്ട് വിവാഹത്തിന് പിന്നെ ഇപ്പോഴും ഉണ്ട്, ഒരു താമ്പാളത്തിൽ ഒരു 4-5 ആൾക്കാർ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ മുമ്പ് കൂടെ ഇങ്ങനെ പോവും, എല്ലാവരും ഈ 2 എടുക്കും, കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വാരി പോവും. ആ തീറ്റ കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെയും വരും. ഇതൊക്കെ താമരശ്ശേരി കൃഷ്ണഭട്ടതിരി ആനുകാലികമായിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ് ഇവിടെ പറഞ്ഞത്, അല്ലാണ്ട് ഇത് ഭാഗവതത്തിലില്ല, അതെനിക്കറിയാം. അപ്പോൾ വാരിയെടുത്തോടിക്കളിക്കുന്നു പലയിടവും ഈ വണ്ണം ഏവരും ജന്മോത്സവം കൊണ്ടാടി വാഴ്കവേ 8-ാം നാൾ നന്ദഗോപാലനോർത്താൻ കംസന്നു ചെന്നുടൻ കപ്പവും നൽകി വിവരം ധരിപ്പിച്ചിങ്ങു പോന്നിടാം. ഒരാഴ്ച പോയതോ അറിഞ്ഞില്ല. 8-ാം ദിവസം എന്നാൽ മധുരയിൽ പോയിട്ട് ഇവരുടെയൊക്കെ രാജാവാണല്ലോ കംസൻ, അയാൾക്ക് കപ്പം കൊടുത്ത് ഈ ഒരു കുട്ടി പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ച് പോരാം. കപ്പവും നൽകി വിവരം ധരിപ്പിച്ചിങ്ങു പോന്നിടാം. രോഹിണീ ദേവിയെ ചെന്നു കണ്ട് ആ വിമലമാനസൻ 1-ാം തരം കസവണിപ്പട്ടു പൂഞ്ചേലയൊന്നതിൽ. എന്തിനാ രോഹിണീ ദേവിയുടെ അടുത്ത് പോയത്? യശോദമ്മ പ്രസവിച്ച് കിടക്കില്ലേ. അപ്പോൾ തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള വാത്സല്യനിധിയായിരിക്കുന്ന വാസുദേവരുടെ ഭാര്യയാണ് രോഹിണി, ഏട്ടത്തിയമ്മ. അതാണ് ആ സ്ഥാനം നമ്മൾ ശ്രദ്ധിക്കണം. രോഹിണീ ദേവിയെ ചെന്ന് കണ്ട് ആ വിമലമാനസൻ. എന്താ വിമലമാനസൻ എന്ന് പറഞ്ഞ? താമര സദൃശമായ മനസ്സുള്ളവൻ. എന്താ താമരയ്ക്ക് ഇത്ര? താമര ചെളിയിൽ നിന്നുണ്ടാവുകയാണെങ്കിലും താമരയുടെ ഇലയിലും താമര ദളത്തിലും പൂവിലും ചളി പറ്റില്ല. താമര ദളം ഉണങ്ങിയാലും അതിൻ്റെ നിർമ്മലത പോവില്ല. അതാണ് വിമല, മലമില്ലാത്തത്. രോഹിണീ ദേവിയെ ചെന്നു കണ്ട ആ വിമലമാനസൻ 1-ാം തരം കസവണിപ്പട്ടു പൂഞ്ചേല ഒന്നതിൽ സുവർണമാല്യം 2 കൽപ്പതക്കങ്ങളാർന്നതായി ഒരാവണപ്പലകമേൽ മുമ്പിൽ വെച്ചോതി മെല്ലവേ. ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പണ്ട് ആവണപ്പലകയുടെ മുകളിൽ വെച്ചിട്ടും വേണം കൊടുക്കാൻ. ഈ ആവണപ്പലക ഉണ്ടാക്കണത് എങ്ങനെ വിചാരിച്ചാൽ ഒരു എന്താണെന്നാ പറയുക, ആമയുടെ രൂപമാണ്. അതിനൊരു തലയുണ്ടാവും, 2 കൈ 2 കാല്, അതൊക്കെ ചെറുതായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റഡ് പോർഷൻ ഉണ്ടാവും. വാലുണ്ടാവും. അതാ വാൽപ്പലക എന്നാണ് പറയുക അതിന് ചിലവർ. ആവണപ്പലക അല്ലെങ്കിൽ വാൽപ്പലക. അപ്പോൾ സുവർണമാല്യം 2 കൽപ്പതങ്ങളർന്നതായി ഒരാവണപ്പലകമേൽ മുമ്പിൽ വെച്ചോതി മെല്ലവേ. ഇതെൻ്റെ ഒരു സന്തോഷം എടുത്തൊന്നങ്ങു വയ്ക്കണം, സംശയിക്കാക ഇതിൽ തെല്ലും ഉണ്ണിക്ക് അണിയിക്കുവാൻ. ഇതേ നമ്മുടെ കുട്ടി വലുതാകുമ്പോൾ അണിയിക്കാനുള്ളതാണ്. ഇതെൻ്റെ ഒരു സന്തോഷം എടുത്തൊന്നങ്ങു വയ്ക്കണം, സംശയിക്കായക ഇതിൽ തെല്ലും ഉണ്ണിക്കാണ് അണിയിക്കുവാൻ. ഇവിടം നിങ്ങൾ കാൽവെച്ച മുതൽ കാണോർക്ക് ഇവിടം നിങ്ങൾ കാൽവെച്ച മുതൽ കാണ് ഓർക്കിൽ ഇത്രയും സർവസൗഭാഗ്യവും വന്നു ചേർന്നത് ഈ വിധം ഞങ്ങളിൽ. രോഹിണി ദേവിയോട് ആണ് കൊടുക്കണത് ഇത്. എന്താ, നിങ്ങളിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഗോകുലത്തിൽ ലക്ഷ്മി വിളയാടി തുടങ്ങിയത് എന്ന്. അപ്പോൾ ബലരാമസ്വാമിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ബലഭദ്രനുള്ളത് അല്ലേ, അങ്ങനെയല്ലേ പറയാം. സുവർണമാലം 2 അപ്പോൾ രോഹിണീ ദേവിയെ ചെന്ന് കണ്ടാൻ 1-ാം തരം കസവണിപ്പട്ടു പൂഞ്ചോലയൊന്നതിൽ സുവർണമാല്യം 2 കൽപ്പതങ്ങളാർന്നതായി ഒരാവണപ്പലകമേൽ മുമ്പിൽ വെച്ചോതി മെല്ലെ. ചേട്ടത്തിമ്മ ഇത് സ്വീകരിക്കണം. എന്തിനാ? ഉണ്ണിക്ക്. ആലോചിച്ച് നോക്കൂ. ഇതെൻ്റെ ഒരു സന്തോഷം എടുത്തൊന്ന് അങ്ങ് വെക്കണം. ഒന്ന് സൂക്ഷിച്ച് വെച്ചോളൂ. ഇത് കുട്ടിക്ക് ചാർത്താനുള്ളതാണ്, ഇടാനുള്ളതാണ്. സംശയിക്കായിക ഇതിൽ തെല്ലും ഇത് ഉണ്ണിക്കണിയിക്കുവാൻ. വേറൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. ഇവിടം നിങ്ങൾ കാൽവെച്ച മുതൽ കാണ് ഓർക്കിൽ ഇത്രയും സർവ്വസൗഭാഗ്യവും വന്നു ചേർന്നത് ഈ വിധം ഞങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ എന്തിനപ്പോൾ ഞാൻ ഈ ബോംബെ ചേച്ചീനെ പറ്റിയിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് എന്ന് ബോംബെ ചേച്ചി എന്നോട് ചോദിക്കും. അപ്പം എനിക്ക് ഉള്ള ഉത്തരം ഇതാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെ നിലനിൽപ്പിന് ആരെങ്കിലും
ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരസ്കരിക്കരുത്. മറക്കാൻ പാടില്ല. വേറെ എന്ത് പറഞ്ഞാലും ശരി, ഉപകാരം ചെയ്തവരെ കൃതജ്ഞതയോടുകൂടി ഇരിക്കുക എന്നല്ലാണ്ട് കൃതജ്ഞത വരാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പോൾ സർവ്വ സൗഭാഗ്യവും വന്നു ചേർന്ന ജീവിതം ഞങ്ങളിൽ. തളരുന്ന അവശനായി വീഴുമ്പോൾ ഒരാൾ നമ്മളെ പിടിച്ച് നിൽക്കണോ അവിടെ എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ ആ നിൽപ്പിൽ നിന്ന് ശേഷം ഉണ്ടായിട്ടുള്ളതൊക്കെ അവർക്ക് കടപ്പെട്ടതാണ്. നമ്മൾ പ്രകൃതിയുടെ അടി കൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ ആര് സഹായിക്കണോ അവർ കൺകണ്ട ദൈവമാണ്, ഈശ്വരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കൊച്ചുമുഖം കാൺമാൻ എത്രയോ നാൾ കൊതിക്കവേ ആദ്യമായത് സാധിപ്പച്ചത് ഈ ഉണ്ണി മനോഹരൻ. ആര്? ദേവകി. ഈ രോഹിണി ദേവിക്കൊരു ഉണ്ണി പറഞ്ഞല്ലോ ബലരാമനായിട്ട്. അത് ദേവകി ദേവിയിൽ നിന്ന് ഗർഭം കൊച്ചും അതൊക്കെ നമുക്കിപ്പോൾ ഈ വായിച്ചവർക്കല്ലേ അറിയുള്ളൂ. നന്ദഗോപുരക്ക് വലുത് അറിയൂ ഇപ്പോൾ ഇത്. അപ്പം നന്ദഗോപര് പറഞ്ഞു, അങ്ങയ്ക്ക് ഒരു എൻ്റെ ആത്മസഖാവായിട്ടുള്ള നന്ദഗോപർക്ക് ഭാര്യയാണ് അങ്ങയ്ക്കൊരു ഉണ്ണി ഉണ്ടായി. ഇപ്പോൾ ഇതാ എൻ്റെ ഭാര്യയ്ക്കൊരു ഉണ്ണി ഉണ്ടായി. അപ്പോൾ ആദ്യം പണ്ടം അണിയേണ്ടത് ആരാ? രോഹിണിയുടെ മകനാണ്. രോഹിണിയുടെ മകൻ ആരാ? കൃഷ്ണൻ്റെ ഏട്ടനാ. അതിപ്പോൾ നമ്മൾക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കൊച്ചുമുഖം കാൺമാൻ എത്രയോ നാൾ കൊതിക്കവേ ആദ്യമായത് സാധിപ്പിച്ചത് ഈ ഉണ്ണി മനോഹരൻ. ബലരാമനെയാണ് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്. ഇപ്പം പേരിട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബലരാമൻ കൃഷ്ണൻ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ഇന്നിതാ കൊച്ചനുജനൊന്നുണ്ടായി പുണ്യവായ്പിനാൽ. അപ്പോൾ ഏട്ടൻ വന്നു, ഇനിയിപ്പോൾ ഒരു അനിയൻ ഞങ്ങൾക്കുണ്ടായി. എന്നിതാ കൊച്ചനുജനൊന്നുണ്ടായി പുണ്യവായ്പിനാൽ കംസൻ്റെ ശല്യം ഇന്നേ പോയി തീർത്തേക്കാമെന്നുറച്ചു ഞാൻ. അപ്പോൾ കംസന് കൊടുക്കാനുള്ള കപ്പം ഇപ്പോൾ കൊടുത്തളാം. കാരണം അവയാളുടെ ഒരു ശാപമൊന്നും ഈ കുട്ടികൾക്ക് വരാൻ പാടില്ല. മനസ്സിലായോ? കംസൻ്റെ ശല്യം ഇന്നേ പോയി തീർത്തേക്കാമെന്നു ഉറച്ചു ഞാൻ. ഗോപാലന്മാരോടിങ്ങെല്ലാം ചൊല്ലിയിട്ടുണ്ട് നോക്കുവാൻ. അപ്പോൾ എൻ്റെ എന്താണെന്ന് പറയുക, സന്തത സഹചാരിയായിട്ടുള്ള മറ്റു ഗോപാലന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങയ്ക്കും അതായത് രോഹിണി ദേവിക്കും യശോദമ്മയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതെ ഉണ്ട്, കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ചിരിക്കയാണെന്നോടുണ്ണി ഞാനൊന്നു പോയി വരാം. നമ്മുടെ സംസാരം കേട്ടിട്ട് കുട്ടി എന്നെ നോക്കി ചിരിക്കണു എന്ന് നന്ദഗോപുരു പറയാം. അപ്പോൾ ഇത് നമ്മൾ കാണണം. നമ്മളവിടെ നമ്മൾ ഗോപസ്ത്രീയായിട്ടോ ഗോപനായിട്ടോ അവിടെ ഉണ്ടായാലല്ലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അതിനാണ് ഒരു മഹാമനസ്കത. നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. ഈ കഥയോടൊപ്പം പോകുമ്പോൾ ദുഃഖം പാടില്ല. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം അല്ലാണ്ട് വേറൊന്നുണ്ടാവാൻ പാടില്ല. എന്നിട്ടോ സകുതുകം ഇത് മട്ടുരച്ച് സന്തോഷത്തോടു കൂടി. അതാണ് പറഞ്ഞത് സകുതുകം. കൗതുകം എന്നുള്ളതാണ് കുതുകം. അപ്പോൾ സകുതുകം ഈ മട്ടുരച്ച് നല്ലോർമകുട മഹാമണിയായ നന്ദഗോപൻ. നല്ലവരായിട്ടുള്ള ആൾക്കാരിൽ അഗ്രഗണ്യൻ എന്നർത്ഥം. നല്ലോർ മകുട മഹാമണിയായ നന്ദഗോപൻ മുകുളിതകരൻ ഈശപാദമോർത്ത്, ഈശ്വരൻ്റെ പാദാരവിന്ദം ഓർത്ത് നികുതിയടപ്പതിനായി ഇറങ്ങി വേഗം. കപ്സന് നികുതി അടക്കണം. അതാണ് ഞാൻ കപ്പം എന്ന് പറഞ്ഞത്. കപ്പം എന്നാണ് പറയുക. രാജാക്കന്മാർ, പ്രഭുക്കളെ രാജാവിന് കപ്പം കൊടുക്കണം. സകുതുകം ഇതുകം മട്ടുരച്ച് നല്ലോർമകുട മഹാമണിയായ നന്ദഗോപൻ മുകുളിതകരൻ ഈശപാദമോർത്ത് നികുതിയടപ്പതിനായി ഇറങ്ങി വേഗം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖണ്ഡേ ത്രയോദശ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 14-ാം സർഗം നന്ദവസുദേവ സംഭാഷണം. അത് നമുക്ക് നാളെ പറയാം. 521 അല്ലേ 521. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.